ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റർ വണ്ടി. നമ്മളത് വർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാനും അതിന് വേണ്ടിയിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്സുകൾ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ 2 ബ്രേക്ക് കേബിൾ നമുക്ക് മാറ്റണം. ഫ്രണ്ടിലെ 2 ബ്രേക്ക് കേബിളും മാറ്റണം. അതുപോലെ ബാക്കിലെ ബ്രേക്ക് കേബിളും ബ്രേക്ക് ഷൂം മാറ്റണം. ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലെ ബ്രേക്ക് ഷൂം ഫുള്ളായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷൂം ബ്രേക്കിൻ്റെ കേബിളും ആ 3 ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലെ ബ്രേക്ക് ഷൂം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വീലാണ് ആദ്യം അയച്ചിരുന്നത്. അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചപ്പോഴൊരു കംപ്ലയിൻറ്റ് കണ്ടത് വണ്ടി ഫസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് വേരിയേഷനും വണ്ടി ഒരു സൈഡൊക്കെ തിരിക്കുമ്പോൾ ഭയങ്കര ടൈറ്റൊക്കെ ആയിരുന്നു. ആ ടൈറ്റ് കാണിച്ചത് നമുക്ക് ഈ വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ്. ഫ്രണ്ടിൽ വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ്. അത് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൻ്റെ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഫ്രണ്ടിൽ വീൽ ബെയറിങ്ങും മാറണം. അതുപോലെ തന്നെ ഈ ഷോക്കപ്പിൻ്റെ ഈ ബുഷ് ഇതും നല്ല പ്ലാനാണ്. ഇതും കംപ്ലയിൻ്റാണ്. അതും മാറ്റണം. എന്നാലാണ് ആ ഫ്രണ്ടിലത്തെ ഒരുവിധം വർക്ക് ക്ലിയർ ആവുള്ളത്. ബ്രേക്ക് മാത്രം റെഡിയാക്കിയിട്ട് കാര്യം എന്നാൽ ഈ വീൽ ബെയറിങ് കൂടി മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. ആ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിരുന്നു. വണ്ടി ആകെയുള്ള ഓയിൽ എഞ്ചിനിൽ ആകെയുള്ള ഓയിലാണ്. ഒരു 100 മില്ലി ഓയിൽ കഴിച്ചില്ല. വണ്ടി ഇന്നലെയും കൂടി ഫുള്ളായിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടി പിസ്റ്റൻ പിടിച്ച് നിന്നേനെ. വണ്ടി എഞ്ചിൻ പിടിച്ചിട്ട് പിസ്റ്റൻ പിടിച്ച് നിന്നേനെ. ഇന്നിപ്പോൾ നമുക്ക് ഇതിലേക്ക് പുതിയ ഓയിലും മാറ്റിയാലും ഒരു 90% നമുക്ക് ചിലപ്പോൾ പുക വരാൻ ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ മൈന്യൂട്ടായിട്ട് സിലിണ്ടർ പിസ്റ്റനിൽ കയറി പിടിച്ചിട്ടുണ്ടാവും. എന്നാലും ഓയിൽ വയ്ക്കാതിരിക്കാൻ പറ്റില്ല, ഓയിൽ മാറ്റാതിരിക്കാനും പറ്റില്ല. അപ്പോൾ പുക വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കില്ല. ഈ 3 ബ്രേക്കിൻ്റെ കേബിളും ബാക്കിൽ ബ്രേഷ്, എഞ്ചിൻ ഓയിൽ, ആ വീൽ ബെയറിങ്ങും, ആ ഷോക്കപ്പിൻ്റെ ബുഷ് അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.